ഒരു കാര്യം നിശ്ചയമാണ്, തീർച്ചയാണ്. ജൂൺ 1 ശേഷം നമ്മൾ പരിശോധിക്കാത്ത വാഹനങ്ങൾ, അതായത് ചെക്ക് ഡോക്ടർ സ്റ്റിക്കറില്ലാത്ത ഒരു വാഹനവും നിരത്തിലിറക്കാൻ സമ്മതിക്കുകയില്ല എന്നുള്ള തീരുമാനം മോട്ടോർ വാഹന വകുപ്പ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിശ്ചയമായും നിങ്ങൾ ഈ പരിപാടിയുമായിട്ട് സഹകരിക്കേണ്ടതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് സ്കൂൾ ബസ്സുകൾ ടെസ്റ്റ് ചെയ്യുന്നൊരു പ്രൊസീജിയറുണ്ട്. അപ്പോൾ ആ പ്രൊസീജിയറിൻ്റെ എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടതെന്നുള്ളത് ബഹുമാനപ്പെട്ട AMV മുഹമ്മദ് റഫീഖ് സാർ പറയുന്നതെന്ന് കേട്ട് നോക്കേ. അപകടരഹിതമായ ഒരു അധ്യയന വർഷം എന്ന ലക്ഷ്യം മുൻനിർത്തി മോട്ടോർ വാഹന വകുപ്പ് എല്ലാ പൊതു അധ്യയന വർഷ ആരംഭങ്ങളിൽ എന്ന പോലെ ഈ വർഷവും സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് മണ്ണാർക്കാട് താലൂക്കിൽ നമ്മൾ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന ആരംഭിക്കാൻ പോകുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഗണനീയമായ തരത്തിൽ സ്കൂൾ വാഹന അപകടങ്ങളൊന്നും നമ്മുടെ താലൂക്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിന് കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ ഇവിടെ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, സ്കൂൾ അധികാരികളും സ്കൂൾ വാഹനത്തിൻ്റെ ഡ്രൈവർമാർ, ആയമാർ എല്ലാവരുടെയും നിതാന്ത ജാഗ്രത മൂലമാണ് അത്തരം അപകടങ്ങളെ കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഈ അവസരത്തിൽ ഞാൻ അവർക്കെല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം പുതിയ വർഷത്തിലും അത്തരം ജാഗ്രത കാണിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ തിങ്കളാഴ്ച മുതൽ, അതായത് മെയ് 18 മുതൽ 22 വരെയാണ് സ്കൂൾ വാഹനങ്ങൾ പരിശോധിക്കുന്നത്. ഈ പരിശോധനയിൽ ഈ മാസം, അതായത് മെയ് മാസം ഫിറ്റ്നസ് ടെസ്റ്റ് എടുത്ത വാഹനങ്ങൾ ഹാജരാക്കേണ്ടതില്ല. ഈ 5 ദിവസത്തെ പരിശോധനകൾക്ക് ശേഷം 6-ാം ദിവസം, അതായത് മെയ് 23-ന് നമ്മൾ ദാറുൻ നജാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കും ആയമാർക്കും അതുമായി ബന്ധപ്പെട്ട സ്കൂളിലെ മറ്റ് ടീച്ചർമാർക്കും ഒരുമിച്ചൊരു റോഡ് സുരക്ഷാ പരിശീലനം നടത്തുന്നുണ്ട്. ആ ശില്പശാലയിൽ എല്ലാവരും പങ്കെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ചെക്ക്ഡ് ഓക്കെ സ്റ്റിക്കർ ഇഷ്യൂ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പറയാനുള്ളത്. നമ്മൾ സാധാരണ ഫിറ്റ്നസ് നടത്തുന്ന ഗ്രൗണ്ടിൽ, അതായത് തത്തേകലം ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ടിൽ വെച്ചാണ് നമ്മൾ സ്കൂൾ വാഹനങ്ങൾ പരിശോധിക്കുന്നത്. അത് 12 മണി വരെ ഹാജരാക്കുന്ന, ഉച്ചയ്ക്ക് 12 മണി വരെ ഹാജരാക്കുന്ന വാഹനങ്ങളാണ് 12 മണി വരെ ഹാജരാക്കുന്ന വാഹനങ്ങളാണ് നമ്മൾ പരിശോധിക്കുക. ഫിറ്റ്നസ് ടെസ്റ്റ് ഇല്ലാത്ത ദിവസങ്ങളിലും സ്കൂൾ വാഹനങ്ങൾ മാത്രം ഫിറ്റ്നസിന് വേണ്ടി ഹാജരാക്കാവുന്നതാണ്. ടെസ്റ്റിന് വേണ്ടി മാത്രം, അതായത് സ്കൂൾ വാഹനങ്ങൾ ഈ വരുന്ന 5 ദിവസങ്ങളിലും നിങ്ങൾക്ക് ഹാജരാക്കാം. ഈ ടെസ്റ്റ് നടക്കുന്നതിൻ്റെ ഇടയിലാണ് 12 മണി വരെയാണ് നമ്മൾ ടൈമുള്ളത്. 12 മണി വരെ ടൈമുള്ളത്. ഞങ്ങൾ 10 മണി മുതൽ ഗ്രൗണ്ടിൽ ഹാജരുണ്ടാവും. 12 മണി വരെ വരുന്ന എല്ലാ വാഹനങ്ങളും അതാത് ദിവസം പരിശോധിക്കും. അതെല്ലാം ഞങ്ങൾ അവിടെ വെച്ച് ചേർത്തോളും. അത് ചേർക്കും. ഇതിനൊരു ഇൻസ്പെക്ഷൻ ലിസ്റ്റുണ്ട്. ഒരു 10-30 കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു, ഒരു 10-30 കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു ഇൻസ്പെക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റ് വരുന്ന എല്ലാ വാഹന ഉടമകളുടെയോ അല്ലെങ്കിൽ സ്കൂൾ അധികാരികളുടെയോ ഡ്രൈവറുടെയോ കയ്യിൽ നമ്മൾ കൊടുക്കും. ആ ലിസ്റ്റിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ഉൾപ്പെടെ, സ്കൂളിൻ്റെ പേരുൾപ്പെടെ, സ്കൂളിൻ്റെ ഫോൺ നമ്പർ ഉൾപ്പെടെ എല്ലാം റെക്കോർഡ് ചെയ്ത് അതിൻ്റെ ബാക്കി ഞങ്ങളുടെ ടെസ്റ്റിംഗ് സ്പെസിഫിക്കേഷൻസും അതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നോട്ട് ചെയ്തതിന് ശേഷം വാഹനം ഓടിച്ച് കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ ഈ ചെക്ക് ഇൻസ്പെക്ഷൻ ലിസ്റ്റ് തിരിച്ച് വാങ്ങിക്കുക. ആ തിരിച്ച് വാങ്ങിക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റിക്കർ ഇഷ്യൂ ചെയ്യുന്നത്. അത് ചിലപ്പോൾ അന്ന് തന്നെ നടന്നുകൊള്ളണമെന്നില്ല. ചിലപ്പോൾ നമ്മളത് ആലോചിക്കുന്നത് ചിലപ്പോൾ 23-ാം തീയതി നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതായത് പരിശീലനം അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ, ആ ദിവസം ആയിരിക്കും ഒരുപക്ഷെ ഞങ്ങൾ ഇൻസ്പെക്ഷൻ ലിസ്റ്റ് തിരിച്ച് വാങ്ങിച്ച് ചെക്ക്ഡ് ഓക്കെ സ്റ്റിക്കർ ഈ പരിപാടിയിൽ വെച്ചായിരിക്കും ഞങ്ങൾ കൊടുക്കുക. അത് തീരുമാനം ആവുന്നതേ ഉള്ളൂ. ശരി സാർ. ഈ കാലയളവിൽ ടെസ്റ്റ് എടുത്ത് പോയിട്ടുള്ള വണ്ടികൾ അതിന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല സാർ പറഞ്ഞില്ലേ? ഈ അതിന് തിരുത്തുണ്ട്. കാലയളവിൽ ടെസ്റ്റ് എടുത്ത് പോയിട്ടുള്ള വാഹനങ്ങളല്ല. കാലയളവിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷവും അല്ലെങ്കിൽ അതല്ല ഉദ്ദേശിക്കുന്നത്. ഈ മാസം, അതായത് മെയ് 1 മുതൽ ഇപ്പോൾ സ്ഥിരമായിട്ട് ടെസ്റ്റിന് വാഹനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരിശോധന ഇതിൻ്റെ ഇടയ്ക്ക്, അതായത് നമ്മൾ ഈ ചെക്ക്ഡ് ഓക്കെ തരത്തിലുള്ള പരിശോധനയും നമ്മൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വാഹനങ്ങൾ ഇനി കൊണ്ടുവരേണ്ടതില്ല.
സാർ അതുപോലെ തന്നെ ഇപ്പം ഇതിൽ ഈ ക്യാമറകളില്ലാത്ത വണ്ടികളുണ്ട് ടെസ്റ്റ് എടുത്ത് പോയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഈ ചെക്കിങ്ങിന് വരുന്ന സമയത്ത് ക്യാമറകൾ ഫിറ്റ് ചെയ്തിട്ട് വേണോ വരാൻ, അതോ നിർബന്ധമായും ഫിറ്റ് ചെയ്യണം. അതിപ്പോൾ ചോദിച്ചത് നന്നായി. ക്യാമറകൾ മാത്രമല്ല, നമ്മൾക്ക് ഇതിൻ്റെ ഇപ്പോൾ GPS, അതുപോലെ വിദ്യാവാഹൻ എന്നിവ ഇൻസ്റ്റാൾ ചെയ്യുകയും അത് അപ്ലോഡ് ചെയ്യുകയും വേണം. കറണ്ട് അത് വർക്കിംഗ് കണ്ടീഷനിലായിരിക്കണം. അത് പരിശോധിച്ച് വണ്ടികളെ വിജയകരമായിട്ട് അത് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുള്ള വാഹനങ്ങൾ മാത്രമേ നമ്മൾ പരിശോധിക്കുക തന്നെ വിധേയമാക്കുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതിൽ പരിശോധിക്കുന്നത് നമ്മൾ വാഹനത്തിൻ്റെ മെക്കാനിക്കൽ കണ്ടീഷനാണ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വാഹനത്തിൻ്റെ രേഖകൾ സാധുവാണോ എന്ന് പരിശോധിക്കും. രേഖകൾ സാധുവാണോ എന്ന് പരിശോധിക്കാൻ മുൻകാലങ്ങളിൽ അതേപോലെ ഒറിജിനൽ രേഖകൾ കൊണ്ടുവരണമെന്നില്ല. മറിച്ച് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ആപ്പ് ഉപയോഗിച്ച് നമുക്കത് പരിശോധിക്കുന്നതാണ്. കൊണ്ടുവരുന്നത് നല്ലതാണ്. പിന്നെ സ്പീഡ് ഗവർണറാണ് മറ്റൊരു വിഷയം. സ്കൂൾ വാഹനങ്ങളുടെ സ്പീഡ് എന്ന് പറയുന്നത് 50 കിലോമീറ്ററിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് സ്കൂൾ പരിസരത്തല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്കൂൾ പരിസരത്ത് 30 കിലോമീറ്റർ സ്പീഡ് മാത്രമേ പാടുള്ളൂ. അപ്പോൾ 50 കിലോമീറ്റർ സ്പീഡിൽ സ്പീഡ് ഗവർണർ ഘടിപ്പിച്ച് അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വാഹനങ്ങൾ ഹാജരാക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം ഈ ഒരാഴ്ച കഴിഞ്ഞാൽ ഇപ്പോൾ ജൂൺ 1 മിക്കവാറും സ്കൂളുകൾ തുറക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ തന്നെ പെർഫെക്റ്റായി വാഹനങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഈ പരിശോധനയോടെ ഈ ക്ലാസ്സോടെ 23-ാം തീയതിയോടുകൂടി നമുക്കത് അവസാനിപ്പിക്കാൻ കഴിയും. അതല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് കൊണ്ടുവരാനൊരു സമയമില്ലാതെ വരുന്നൊരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ദയവായി എല്ലാവരും എല്ലാ അറ്റകുറ്റപ്പണികളും പരിഹരിച്ച് ഈ ആഴ്ചയിൽ തന്നെ വാഹനങ്ങൾ ഹാജരാക്കണമെന്ന് ആണ് എൻ്റെ അഭ്യർത്ഥന. ഒരു കാര്യം നിശ്ചയമാണ്, തീർച്ചയാണ്, ജൂൺ 1 ശേഷം നമ്മൾ പരിശോധിക്കാത്ത വാഹനങ്ങൾ, അതായത് ചെക്ക് ഡോക്കെ സ്റ്റിക്കറില്ലാത്ത ഒരു വാഹനവും നിരത്തിലിറക്കാൻ സമ്മതിക്കുകയില്ല എന്നുള്ള തീരുമാനം മോട്ടോർ വാഹന വകുപ്പ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിശ്ചയമായും നിങ്ങൾ ഈ പരിപാടിയുമായിട്ട് സഹകരിക്കേണ്ടതാണ്.